ശരിയാണല്ലോ, ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നില്ല. ആ പാവ, അല്ല ഇന്നലെ ഞാനെങ്ങനെ ഉറങ്ങിയേ? ആ പാവ ഇതവിടെ പോയി. ചിണ്ടു, സ്കൂളിൽ പോവാൻ സമയമായി, നീ എഴുന്നേറ്റേ. അമ്മ ഒരു 5 minutes അമ്മ. എന്നാലിത് എവിടെ പോയി? ഞാൻ എന്തിനാ ഫ്രിഡ്ജിൽ നോക്കുന്നേ? എഴുന്നേക്ക് മോനെ, വേഗം ആവട്ടെ. ഇവൻ ഇപ്പോഴും കിടന്നുറങ്ങാണോ? അമ്മ പ്ലീസ് അമ്മ. എന്നാലും ഇത് എവിടെ പോയത്? എന്റെ കയ്യിലിരിക്കുന്ന ചട്ടത്തിന്റെ ചൂട് നീ അറിയണോ? ശരി, ഞാൻ എഴുന്നേറ്റോളാം. മര്യാദക്ക് പറഞ്ഞ നീ കേക്കില്ലല്ലേ? അച്ഛാ, എന്താ അച്ഛൻ നോക്കുന്നേ? ഒന്നുമില്ല ചിണ്ടു, കഴിഞ്ഞ ദിവസം അച്ഛനൊരു പാവന വാങ്ങി തന്നില്ലേ, അതെവിടെ ചിണ്ടു? ആ പാവ എന്തിനാ അച്ഛന്? ഒന്നുമില്ല മോനെ, അതിന്റെ കൂടെ ഒന്ന് കളിക്കാന്ന് വിചാരിച്ചു. അച്ഛാ, അത് ഇവിടെ ഉണ്ടല്ലോ അച്ഛാ. ഇതെങ്ങനെ ഇവിടെ വന്നേ? അച്ഛാ, ഇത് രാത്രി മൊത്തം എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇതെന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്തോ സംഭവം? നിങ്ങൾ എന്താ കാണാൻ പ്രേതം പിടിച്ച പോലെ ഇരിക്കുന്നേ? ഇന്നലെ പ്രേതത്തെ കണ്ട് ഭയന്നോ? ഭയത്തിന്റെ സ്പെല്ലിംഗ് പോലും എനിക്കറിയില്ല. എനിക്കാണോ പേടി? ഓ ചിണ്ടു, നീ സ്കൂളിൽ പോവാൻ നോക്ക്. എന്തൊക്കെ തള്ളു കേക്കണോ അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചിണ്ടു വേഗം സ്കൂളിൽ പോവാൻ നോക്ക്, അമ്മ ചീത്ത പറയുന്നേ. ശരി, ഞാൻ സ്കൂളിൽ പോവാട്ടോ. ഓക്കേ ചിണ്ടു. നീ ഹോംവർക്ക് അല്ലേ ചെയ്തോ? ചെയ്തല്ലോ. എപ്പ ചെയ്തു തീർത്തു? ഇന്നലെ രാത്രി തന്നെ ചെയ്തല്ലോ. സ്കൂൾ ബാഗ് എവിടെ? ബാഗ് റൂമിലുണ്ടല്ലോ, ഞാൻ പോയി എടുത്തിട്ട് വരാം. നിക്ക്, ഈ ഭസ്മം തൊട്ടിട്ട് പോ. ആ ക്യൂട്ട് ചിണ്ടു. ശരി ഗോപി, ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. ബൈ. ഓക്കേ ചിണ്ടു, നീ പോയിട്ട് വാ. എന്തു പറ്റി ചിണ്ടു? ചിണ്ടു വേണ്ട, ചിണ്ടു വേണ്ട. നീ കുറച്ചേരം നടങ്ങിയിരിക്കി. സ്കൂളിലെ ടീച്ചറുടെ പ്രശ്നം. ചിണ്ടു ചിണ്ടു വേണ്ട, ചിണ്ടു ടീച്ചറുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അത് വേണ്ട, വേണ്ട. ഒരു കുഴപ്പമില്ല. ഇപ്പഴാ എനിക്കൊന്ന് ശ്വാസം കിട്ടിയത്. നമ്മളിപ്പോ സ്കൂളിലെത്തിയാലോ? എന്നാ നീ എന്നെ പുറത്തെടുത്ത് വെക്കോ, എനിക്ക് നിന്റെ സ്കൂളൊന്ന് ചുറ്റി കാണണം. എന്താ പറ്റുമോ? വേണ്ട വേണ്ട വേണ്ട, അടുത്ത് ഗോപാലുണ്ട്. അവനെ ടീച്ചറോട് പറഞ്ഞു കൊടുക്കുന്നേ. എന്ത് ചെയ്യ ചിണ്ടു? ഒന്നുമില്ല, ചുമ്മാ. ഓ സ്റ്റുഡൻസ് എല്ലാവരും നോട്ടെടുത്തേ. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിക്കാൻ പോവാ. നിങ്ങൾക്ക് വേറെ വേറെ നമ്പർ ആയിരിക്കും. ഓക്കെ ഓക്കെ മിസ്. ഗോപാൽ 5ന്റെ ടേബിൾ എഴുത്. ഹായ്, ഈസി ടേബിൾ ആണല്ലോ. ചിന്തു, നീ 8ന്റെ ടേബിൾ എഴുത്. എനിക്ക് മാത്രം എന്താ ഇത്ര പാടുള്ളത് തന്നത്? എല്ലാവരും ഇപ്പൊ എഴുതണം. ഞാൻ ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്യാൻ പോവാ. ഓ മൈ ഗോഡ്, ഞാൻ പെൻസിൽ എടുക്കാൻ മറന്നല്ലോ. ചിണ്ടു, പെൻസിൽ ഉണ്ടോ? എന്റെ കയ്യിൽ ഒരു പെൻസിൽ മാത്രം ഉള്ളടാ. ചിണ്ടു, ആ പെൻസിൽ ഒടിച്ചിട്ട് എനിക്ക് ഒരെണ്ണം തരുമോ പ്ലീസ്? ചിണ്ടു, ടീച്ചർ നോക്കും മുമ്പ് താ. ചിണ്ടു, എന്നാ പിടിക്ക്. താങ്ക്സ്. ചിണ്ടു, ഷാർപ്നർ ഉണ്ടോ? നീ ഒന്നും കൊണ്ടുവരില്ലല്ലേ? എല്ലാം എന്നോടാ ചോദിക്കുന്നേ. നീ എനിക്ക് ഷാർപ്നർ തന്നാ ഞാൻ 8ന്റെ ടേബിൾ പറഞ്ഞുതരാം. ഈ ഡീല് കൊള്ളാലോ. ശരി, ഞാൻ എന്റെ ബാഗിലുണ്ടോന്ന് നോക്കട്ടെ. ഗോപി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ ചിണ്ടു? എനിക്കൊരു ഷാർപ്നർ വേണമായിരുന്നു. ആ ശരി, കൊടുക്കാലോ. നീ മന്ത്രം ചൊല്ലിയേ. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. താങ്ക്സ്. ഗോപാൽ, ദാ ഷാർപ്നർ. താങ്ക്സ് ചിണ്ടു. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാവരും ഇന്നലത്തെ ഹോംവർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ചെയ്തല്ലോ മിസ്. ചിണ്ടു, നീ ചെയ്തായിരുന്നോ? സോ നിങ്ങൾ ആ നോട്ടും ടേബിളിൽ വെക്ക്. ഞാൻ ഓരോ ബെഞ്ചിലും ഒന്ന് ചെക്ക് ചെയ്തോളാം. ഓക്കെ മിസ്.
എന്റെ നോട്ട് കാണുന്നില്ലല്ലോ. ഗോപാൽ കഴിഞ്ഞോ? സോറി മിസ്, ഞാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞില്ലെന്നോ? പോ പുറത്തുപോയി മുട്ടൂത്തിക്ക്. നോട്ട് ഞാൻ എവിടെയാ വെച്ചേ? ചിണ്ടു വേണ്ട ചിണ്ടു, ചിണ്ടു വേണ്ട. അയ്യോ, ഞാൻ നോട്ട് എഴുതി വീട്ടിൽ മറന്നു വെച്ചല്ലോ. അയ്യോ, ഗോപി 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 ഗോപി, എന്താ 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 ചിണ്ടു? നീ എനിക്ക് ഇന്നലെ ഒരു ഹോംവർക്ക് എഴുതി തന്നില്ലേ? എന്റെ അമ്മേ, നീ എല്ലാം ചെയ്തല്ലോ. അതെ. അത് വീട്ടിൽ എഴുതി വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയെന്നേ. അത് മാത്രം എനിക്കൊന്ന് എടുത്തു തരുമോ പ്ലീസ് പ്ലീസ് പ്ലീസ്? എന്താ ചിണ്ടു ഇങ്ങനെ ശ്രദ്ധയില്ലാതെ? ശരി, നീ മന്ത്രം ഒന്ന് ചൊല്ലിയേ. ചിണ്ടോ നിന്റെ നോട്ട് എവിടെ? ആ ഇപ്പൊ തരാം മിസ്. ഞാൻ ദേ അത് എടുക്കുകയാണ്. പെട്ടെന്ന് എടുക്ക്. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. വന്നില്ലല്ലോ. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. എടുത്തോല്ലേ? ആ മിസ്, ശരി മിസ്, ദേ എടുത്തോണ്ടിരിക്കാം മിസ്. ഗോപി, എന്താ ഒന്നും മിണ്ടാത്തെ? ചാർജ് ഇല്ലേ? എടാ ഗോപി. മിസ് മിസ് നീ ചെയ്തോ ഇല്ലയോ അത് പറ. മിസ്, ഞാനേ നോട്ട് എഴുതി വീട്ടിൽ മറന്നു വെച്ചു മിസ്. എനിക്ക് തോന്നി. പോ പുറത്തുപോയി അവന്റെ കൂടെ മുട്ടൂത്തേക്ക് ചെല്ലിപ്പോ. നീ വീട്ടിലേക്ക് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഹായ്. ഹായ് ചിണ്ടു. ഓ, സ്കൂൾ വിട്ടല്ലേ? നീ എപ്പോഴും ഇങ്ങോട്ട് വന്നേ? എന്നെ നീ വെറുപ്പിക്കല്ലേ, എനിക്ക് നല്ല ദേഷ്യമുണ്ട് നിന്നോട്. എന്താ ചിണ്ടു, എന്ത് പറ്റി? ഇപ്പോഴെനിക്ക് മനസ്സിലായത് നിന്റെ പേര് ലൗഡ് ഗോപി എന്ന് വെക്കാനുള്ള എന്റെ കാരണം. ഇന്ന് നീ എനിക്ക് സ്കൂളിൽ വെച്ചൊരു പണി തന്നില്ലേ? സോറി ചിണ്ടു, ബാറ്ററി ഡൗൺ ആയി പോയി, അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയില്ല. ഈ ഫോണിലൊക്കെ ബാറ്ററി ലോ ആവുമ്പോ അതിൽ കാണിക്കില്ലേ? അതുപോലെ നിനക്ക് ബാറ്ററി ലോ ആവുമ്പോ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രം എന്റെ ഇല്ല. ഞാൻ എപ്പോ വേണമെങ്കിലും ഓഫ് ആവും. പോ ഗോപി, നീ കാരണം ഞാൻ ഒരുപാട് നേരം മുട്ടുകുത്തിയെന്ന്. നീ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതിയേ. ഹലോ, ആ പറയ്. അതെയോ? പറഞ്ഞതേ ഇല്ലല്ലോ. ആ ശരി, എന്നാ വേഗം വാ. ചിണ്ടു, എന്താ അമ്മ? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? സത്യം പറഞ്ഞാ എനിക്കിതൊരു സർപ്രൈസാ. നിന്റെ അനിയത്തി പൂർണിമ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എന്ത് പറ്റി ചിണ്ടു? അവൾ എന്തിനാ അമ്മ ഇങ്ങോട്ട് വരുന്നേ? എടാ കുരുത്തം കിട്ടവനെ, അങ്ങനെ പറയാൻ പാടില്ല. അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ. ഛേ, അയ്യോ. ചിണ്ടു, നിനക്ക് അനിയത്തിയുണ്ടോ? എന്നോട് പറഞ്ഞില്ലല്ലോ. അതേനെ. നിന്റെ സ്വന്തം അനിയത്തിയാണോ? ഇത്ര നാൾ എവിടെയായിരുന്നു അവള്? അവളെ അമ്മുമ്മയുടെ വീട്ടിൽ നിന്നാ പഠിക്കുന്നേ. എല്ലാ സമ്മർ വെക്കേഷനും ഇങ്ങോട്ട് വരും. ആ, അത് കൊള്ളാലോ. അപ്പൊ നിന്റെ അനിയത്തി കൂടി വന്നാ അടിപൊളിയായിരിക്കും അല്ലേ? ഗോപി, നിനക്ക് അവളെ പറ്റി ശരിക്കും അറിയില്ല. അവള് ചെറിയ കുട്ടിയല്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളെ പറ്റി ഞാനൊരു കുട്ടിക്കഥ പറയാം, നീ കേക്കുവോ? പറയ്, കേക്കട്ടെ. അവളുടെ പേര് പൂർണിമ, എന്റെ സ്വന്തം അനിയത്തി. അവൾക്ക് പാവയെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഒട്ടും ഇഷ്ടമല്ല. അവള് വീട്ടിലുള്ളപ്പോഴേ ഒരു ദിവസം എന്റെ പാവകളെ മൊത്തം സോഫയിൽ വരി വരിയായി അടക്കി വെച്ചിരുന്നു. അടുത്ത ദിവസം ഞാൻ ആ സോഫയിൽ വീണ്ടും പോയി നോക്കി. അവിടെ ഇരുന്ന എല്ലാ പാവയുടെ തലയും അവള് പിഴുതെടുത്തു. ഒരു പാവയല്ല, രണ്ട് പാവയല്ല. അവളുടെ കയ്യിൽ എത്ര പാവ കിട്ടിയാലും അവള് അതിന്റെ തല പിഴുതെടുക്കും. ഇപ്പൊ പറ, അവള് നല്ലവളോ അതോ ചീത്തയാണോ? അപ്പൊ നിന്റെ അനിയത്തി പൂർണിമ എനിക്ക് വില്ലത്തിയാ. അവളുടെ അടുത്ത് നീ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചേ പറ്റൂ. ഡോൺ വറി ഗോപി, എല്ലാം ഞാൻ നോക്കിക്കോളാം. വളരെ നന്ദി ചിണ്ടു. ചിണ്ടു, ആ നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇവിടെ വാ. ആ ദേ വരുന്ന്. ശരി, നമുക്ക് അങ്ങോട്ട് പോ. ചിണ്ടു, നീ അവിടെ എന്തെടുക്കുക? ഹായ് അച്ഛാ. ഈ പാവ ഇവിടെ ഉണ്ടായിരുന്ന? ശരി ചിണ്ടു, നീ പാവയായിട്ട് സംസാരിച്ചിരിക്കും. ഞാൻ അമ്മയുടെ കൂടെ അടുക്കളയിലുണ്ടാവും. ശരി, ബൈ. അച്ഛാ, അപ്പ എന്നോട് സംസാരിക്കില്ലല്ലേ? വാ അച്ഛാ, ഇവിടെ വന്നിരിക്കേ. ശരി, ഞാൻ വരാം. മോൻ പാവയുടെ കൂടെ ഹാപ്പി ആണല്ലേ? ഇത് ഇഷ്ടായോ മോനെ? അതെ അച്ഛാ, എനിക്ക് ഈ പാവ ഭയങ്കര ഇഷ്ടായി. ഹലോ പാവ, എന്തൊക്കെയുണ്ട് വിശേഷം? വല്ലതും കഴിച്ചായിരുന്നോ? ഹലോ ബാവ, എന്തൊക്കെയുണ്ട് വിശേഷം? വല്ലതും കഴിച്ചായിരുന്നോ? അച്ഛാ, ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ് പറഞ്ഞേ. രജനീകാന്തിന്റെ ഡയലോഗ് പറയട്ടെ? ഭയമ്മ എണക്ക. ചിണ്ടുവിനെ കാണുന്നില്ലല്ലോ.
ഇതെന്തോ സംഭവിച്ചേ? ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. എന്താ വീട് ഈ കളറിലുള്ള ലൈറ്റൊക്കെ? ഇതെന്തോ തിരിയുന്നേ? അച്ഛ 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 എന്താ അച്ഛ എന്തു പറ്റി? ഒന്നുമില്ല ചിണ്ടു. ഞാൻ വിചാരിച്ച അച്ഛൻ ഭയന്നു പോയെന്ന്. ഭയത്തിന്റെ സ്പെല്ലിംഗ് അറിയില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെയും പിന്നെ എന്താ ഭയന്നോന്ന് ചോദിക്കുന്നേ? സ്റ്റുപ്പിഡ്. ഇത് നിന്റെ പണിയായിരുന്നല്ലേ? അവള് വന്ന് 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 ഹായ് ചിന്തു.